ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആറന്മുള എയർപോർട്ട് മുമ്പോട്ട് പത്തനംതിട്ട ടൗണിൽ പോലും നമുക്ക് നിൽക്കാനൊക്കാത്ത നിലയിൽ വെള്ളപ്പൊക്ക പ്രശ്നം ഉണ്ടാവും. ഇത് ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന് ഇത് ഭൂമാഫിയയുടെ കൂടെ നിന്നുകൊണ്ട് വിറ്റ് കാശാക്കാനാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ആറന്മുള വിമാനത്താവള പദ്ധതി സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ആറന്മുള പാടശേഖരത്ത് ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിലാണ് ദില്ലിയിൽ നിന്നും സ്വകാര്യ ഏജൻസി എത്തിച്ച് ഡ്രോൺ പരിശോധന നടത്തിയത്. ജില്ലയിൽ മറ്റിടങ്ങളിലും വിമാനത്താവളത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വർഗീസ് പേരയിൽ നമ്മോടൊപ്പമുണ്ട്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൊടുമണ്ണിൽ തന്നെ ഒരു വിമാനത്താവളം വരണം എന്ന് ആഗ്രഹിക്കുന്നത്? കൊടുമണ്ണിൽ വിമാനത്താവളം വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, സംസ്ഥാന സർക്കാരിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നു. കൃഷിയില്ല, ആൾതാമസമില്ല, ഒന്നുമില്ല. അവിടെ എയർപോർട്ട് വന്നാൽ ഒരാളിനെ പോലും കുടിയൊഴിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു തൊഴിൽ പ്രശ്നമില്ല. നല്ല വാഹന ഗതാഗത നല്ല സൗകര്യങ്ങളുണ്ട്. നല്ല സമപ്രദേശമാണ്. സാധാരണ കുന്നും മലയും ഒന്നും ഇടിക്കണ്ട. പാറയുടെ പ്രശ്നമില്ല, പാരിസ്ഥിതിക പ്രശ്നമില്ല. എനിക്ക് അതിശയം തോന്നുകയാണ് ആറന്മുള വിമാനത്താവളം അയച്ചാൽ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇത് ഭൂ ഉടമകളാണ്, ഭൂമാഫിയകളാണ്. ഈ ഡ്രോൺ പരിശോധനത്തിന് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചോ? കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചോ? ഒരു കാലത്തെ ഒരുപാട് സമരങ്ങൾ നടന്നതാണ് ആറന്മുള എയർപോർട്ടിനെതിരായിട്ട്. എന്താ കാരണം? ഇപ്പോൾ എബ്രഹാം കലമണ്ണിൽ തന്നെ പറയുന്നുണ്ട്, ഇത് UDF സർക്കാർ അറിഞ്ഞിട്ടില്ല, ജില്ലാ ഭരണകൂടം അറിഞ്ഞിട്ടില്ല, അവിടെ ഡ്രോൺ പരിശോധന അല്ലാതെയാണ് നടത്തിയത് എന്ന്. ഞാൻ അടൂരുകാരൻ, അടൂർ MLA ശ്രീ ശാന്തകുമാർ, അദ്ദേഹം കൊടുമൺ എയർപോർട്ടിന് വേണ്ടി സജീവമായി നിൽക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞോ ഈ ഡ്രോൺ പരിശോധന വന്നത്? അപ്പോൾ ഇത് കാശുണ്ടെങ്കിൽ മുതലാളിമാർക്ക് രാജ്യത്ത്, ഇവിടെ ജനാധിപത്യമില്ലേ, കാശുള്ള മുതലാളിമാർക്ക് രാജ്യത്ത് എന്തും ചെയ്യാമെന്നാണോ? അത്രയ്ക്ക് അതപ്പതിച്ച് നമ്മുടെ ജനാധിപത്യം. സ്നേഹിതരെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആറന്മുള വിമാനത്താവളം വരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചവരാ. കാരണം പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വേണം. പക്ഷേ എൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടപ്പോൾ ആ വയൽ നികത്തി എയർപോർട്ട് ഉണ്ടാക്കാനൊക്കത്തില്ല. പാരിസ്ഥിതിക ഡിപ്പാർട്ട്മെൻറ്റ് തഴഞ്ഞു, എൻവിയോൺ ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ ഇവിടെ എയർപോർട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിത്തള്ളിയൊരു വിഷയം ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തമാശയായിട്ടാണ് എനിക്കതിനെ കാണുന്നത്. അവിടെ ഒരിക്കലും എയർപോർട്ടിനുള്ള സാധ്യതയില്ല. ആ സമയത്ത് ഇപ്പോൾ വന്ന എന്തിനാണ്? എനിക്ക് വളരെ ബഹുമാനമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ലേ കൊടുമൺ എയർപോർട്ടാണ് നല്ലതെന്ന്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന് കൊടുമൺ അറിയാം. കൊടുമൺ സർക്കാരിൻ്റെ സ്ഥലമാണ്, പ്ലാന്റേഷൻ മേഖലയാണ്. കേരള സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒരു പൈസ കൊടുക്കാതെ ആ സ്ഥലത്ത് എയർപോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ UDF സർക്കാരിനോട് നിങ്ങൾ ഇങ്ങനൊരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുമോ? അവിടെ തന്നെ, അതായത് കൊടുമണ്ണിൽ തന്നെ ഒരു എയർപോർട്ട് വേണം, അതിനനുയോജ്യമായ സ്ഥലമാണ് കൊടുമൺ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുമോ UDF സർക്കാരിനെ? അടൂരിലെ ബഹുമാനായ പുതിയ MLA അഡ്വക്കേറ്റ് ശാന്തകുമാറിനെ ഞങ്ങൾ വിവരം അറിയിച്ചു. അദ്ദേഹം ഞങ്ങൾ നിവേദനം കൊടുത്തു. ശാന്തകുമാർ ആ നിവേദനം കൊണ്ട് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. മുഖ്യമന്ത്രിയെ കണ്ടാൽ ഞങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറയും. അതുകൊണ്ട് ന്യായമായും പത്തനംതിട്ട ജില്ല, നമ്മളൊക്കെ പത്തനംതിട്ട ജില്ലക്കാരാണ്, പത്തനംതിട്ടയിലെ എയർപോർട്ട് ഒന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് നടക്കണം. നടക്കാനുള്ള ഏക സാധ്യത കൊടുമണ്ണാണ്. അതുകൊണ്ട് കൊടുമണ്ണിന് അനുകൂലമായി ഈ ജില്ലയെ മുഴുവൻ പേര് നിൽക്കണം എന്നുള്ളതാണ് എയർപോർട്ടിൻ്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്നുള്ളത് എനിക്ക് എല്ലാവരും നമ്മുടെ വിനീതമായി അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ സുപ്രീം കോടതിയും ദേശീയ ഹരിത ട്രിബ്യൂണലും ഒക്കെ ഈ എബ്രഹാം കലമണ്ണിലിൻ്റെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരിസ്ഥിതി ആഘാത റിപ്പോർട്ട്, ആ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞിരുന്നു സുപ്രീം കോടതിയും ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ. അപ്പോൾ ഇനിയൊരു സാഹചര്യത്തിൽ വീണ്ടും ഡ്രോൺ പരിശോധന നടത്തി അതെല്ലാം അങ്ങനെയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പച്ചക്കൊടി കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബഹുമാന ശ്രീ കലമണ്ണിൽ പറയുന്നതെല്ലാം കള്ളത്തരമാണ്, വ്യാജ പ്രസ്താവനകളാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആറന്മുള എയർപോർട്ട് മുമ്പോട്ട് പത്തനംതിട്ട ടൗണിൽ പോലും നമുക്ക് നിൽക്കാനൊക്കത്തില്ല. വെള്ളം വന്ന കഴിഞ്ഞ 2018-ലും 2019-ലും വെള്ള സമയത്ത് നമുക്കറിയാം. പത്തനംതിട്ട ടൗണിൽ, ആറന്മുളയിലല്ല, പത്തനംതിട്ട ടൗണിൽ പോലും നമുക്ക് നിൽക്കാനൊക്കാത്ത നിലയിൽ വെള്ളപ്പൊക്ക പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ശ്രീ ബഹുമാനായ ശ്രീ കലമണ്ണിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ വളരെ പരിചയക്കാരാണ്. അദ്ദേഹത്തിന് എനിക്കൊരു സ്നേഹവും ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ ശൈലി ഇത് ശരിയല്ല. ഇത് ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന് ഇത് ഭൂമാഫിയയുടെ കൂടെ നിന്നുകൊണ്ട് വിറ്റ് കാശാക്കാനാണ്. അല്ല പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങളെ സ്നേഹിക്കാനോ പത്തനംതിട്ട ജില്ലയ്ക്ക് എയർപോർട്ട് ഉണ്ടാകാനോ അല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഭൂമാഫിയയോടൊപ്പം നിന്ന് രൂപ അടിക്കുക, കാശടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊടുമണ്ണിൽ ഭൂമി ഉണ്ടെന്ന് പറയുന്നു. അത് ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളൊക്കെ സുതാര്യമായിട്ട് നടക്കുമോ? എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ? ഞങ്ങളെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എയർപോർട്ട് വേണമെന്നുള്ള അപേക്ഷ കൊടുത്തതിന് ശേഷം വിവരാവകാശം വഴി ഞങ്ങൾ എടുത്തിട്ടപ്പോൾ മനസ്സിലായി, സംസ്ഥാന സർക്കാർ റവന്യൂ ഭൂമിയാണത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമിയാണത്. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒരു പ്രയാസമില്ലാതെ ആ സ്ഥലം എടുക്കാം. ഒരു പ്രയാസമില്ല. ഒരാളിനെ ഇറക്കി വിടേണ്ടതല്ലോ. ഒരു തൊഴിൽ പ്രശ്നമില്ലല്ലോ, പാരിസ്ഥിതിക പ്രശ്നമില്ലല്ലോ, വനപ്രശ്നമില്ലല്ലോ. ഈ ഇവിടെ തന്നെ എരുമേലിയിൽ ആൾക്കാർ എയർപോർട്ട് ആഗ്രഹിക്കും. ഞാൻ എരുമേലി സന്ദർശിച്ചുള്ള ആരാണ്. എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റി ഞങ്ങൾ മൊത്തമായി എരുമേലി പഠിച്ചു. അവിടെ പഞ്ചവരാശക്തി നമ്മുടെ ക്ഷേത്രമായിക്കോട്ടെ, ആ വലിയ അരുവി ആയിക്കോട്ടെ,
400 അടി ഉയരത്തുള്ള വലിയ മലയായിക്കോട്ടെ ഒക്കെ ഉണ്ട്. ഇതൊന്നും കൊടുമണ്ണില്ല. വളരെ ശാന്തമായ സ്ഥലം, സമതലമുള്ള സ്ഥലം, ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹന ഗതാഗത സൗകര്യമുള്ള സ്ഥലം. ആ സ്ഥലത്തല്ലേ എയർപോർട്ട് വരേണ്ടത്? അവിടെ വന്നെങ്കിൽ നമ്മുടെ സ്വാമിമാർക്ക് ശബരിമലയിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവത്തില്ലേ? ഈ ജില്ലയിൽ എല്ലാവർക്കും ഈ ജില്ല നമുക്കറിയാം. മാരാമൺ കൺവെൻഷൻ, മാക്കാവുന്ന കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ഞങ്ങളുടെ അടൂരിലുള്ള ഏനാത്ത കളമര മുസ്ലിം പള്ളിയിലെ ഉത്സവമായിക്കോട്ടെ, എത്രയോ 10,000 കുമ്പനാട് ബന്ദിക്കോസാർ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ കുമ്പനാട് കൺവെൻഷൻ, ഇവർക്കെല്ലാം പ്രയോജനമാണ് കൊടുമണ്ണ് വന്നാൽ. അവർക്ക് വിദേശത്ത് ഫ്ലൈറ്റിൽ വരാം, അതിൽ പങ്കെടുക്കാം, അവർക്ക് തിരിച്ചു പോകാം. അതുപോലെ ഒപ്പം നമ്മുടെ സ്വാമിമാർക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്ക് അവർക്കും പ്രയോജനപ്പെടും. ആ നിലയിൽ ഈ ജില്ലയിലെ കൊടുമണ്ണ് വന്നാൽ ഇത് പിടിച്ചു നിൽക്കും, കൊമേഴ്സിലി പിടിച്ചു നിൽക്കും. അത് നല്ലതാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു കാര്യങ്ങളുമായി മുമ്പോട്ട് പോകണം എന്നാണ് കേരള ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളൂ. പത്തനംതിട്ട ജില്ലയിൽ ഒരു വിമാനത്താവളം വരികയാണെങ്കിൽ അത് കൊടുമൺ എസ്റ്റേറ്റിൽ തന്നെ വരണം എന്നാണ് ഇപ്പോൾ കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റി അവരുടെ ഒരു ആഗ്രഹം എന്നുള്ളത്. അതിൻ്റെ ആവശ്യവുമായി അവർ ഉടൻ തന്നെ സർക്കാരിനെ സമീപിക്കും, മുഖ്യമന്ത്രിയെ കാണും, അപേക്ഷ നൽകും എന്നാണ് ഇപ്പോൾ ഭാരവാഹികൾ അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.